Spot Communication Roundel. Here comes Amrita Mohan. Amrita, welcome back. Thank you, ചേച്ചി. വളരെ നല്ല കുറേ പെർഫോമൻസസ് ഈ സ്റ്റേജിൽ അമൃത ഓൾറെഡി കാഴ്ചവെച്ചിട്ടുണ്ട്. ഇതിൽ നോ ടെൻഷൻ, വലിയ ക്രൈസിസ് ഒന്നുമില്ല. യുൽ ബി ഏബിൾ ടു മാനേജ് ദിസ് പ്രിറ്റി വെൽ. സ്പോട്ട് കമ്മ്യൂണിക്കേഷനിൽ വൺസ് അഗൈൻ പ്രേക്ഷകർക്ക് വേണ്ടി ഞങ്ങൾ പറയുകയാണ്, നമ്മുടെ കണ്ടസ്റ്റൻസിന് 8 വിഷ്വൽസ് ഞങ്ങൾ കാണിച്ചു കൊടുക്കും. ആ വിഷ്വൽസിൻ്റെ അനുയോജ്യമായ സ്റ്റേറ്റ്മെൻറ്റ്സ് ഇവർ പറയണം. എന്താണോ കാണുന്നത് അതിനെക്കുറിച്ച് സംസാരിക്കണം. ആൻഡ് അവർക്ക് പറ്റുകയാണെങ്കിൽ 1 വിഷ്വൽ ടു ദി അതർ അവർക്ക് വേണമെങ്കിൽ ലിങ്ക് ചെയ്യാം. അവരുടെ ഒരു ഫ്രീഡത്തിന് വിട്ടുകൊടുക്കുകയാണ്. ആൻഡ് ലാഗ്സ് കുറയ്ക്കുക, ഗ്യാപ്സ് ഒന്നും ഇല്ലാതെ അവർക്കൊരു കംഫർട്ടബിൾ പേസിൽ പറഞ്ഞാൽ അത്രയും നല്ലത്. സെൻസിബിൾ കാര്യങ്ങൾ പറഞ്ഞാൽ ഈവൻ ബെറ്റർ. ഹ്യൂമർ ഉണ്ടെങ്കിൽ ഈവൻ ബെറ്റർ. ഇറ്റ്സ് അപ് ടു യു, കംപ്ലീറ്റ്ലി ഇൻ യുവർ കൺട്രോൾ. സോ ഓൾ സെറ്റ്? യെസ്. ഓക്കെ അമൃത, പ്ലീസ് ടേക്ക് യുവർ പൊസിഷൻ. ഓഡിയോ വിഷ്വൽ അവിടെയാണ്. Yep, that's perfect. You ready? Yes. All right. Spot communication roundle Amrita Mohan's performance. The time starts now. നമ്മളിപ്പോൾ കാണുന്നത് നമുക്ക് വളരെയധികം പരിചിതമായിട്ടുള്ള കോർട്ടിൽ കാണുന്ന ഒരു സംഭവമാണിത്. അത് ഓർഡർ എന്ന് നമ്മൾ ജഡ്ജി പറയുന്നത് പലപ്പോഴും സിനിമകളിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. മാത്രമല്ല ഇതിനോടൊപ്പം നമുക്കൊരു ത്രാസും കാണാൻ സാധിക്കുന്നുണ്ട്. ത്രാസിൽ തൂങ്ങുന്ന നമുക്ക് എങ്ങനെ വേണം കണക്കിനെ ശരിയാക്കിയെടുക്കാൻ എത്രത്തോളം ത്രാസിന് സഹായിക്കാൻ സാധിക്കുമെന്നുള്ളതും ഇതിലൂടെ വ്യക്തമാണ്. പിന്നെ ഓർഡറിലേക്ക് ഞാൻ തിരിച്ചു വരുമ്പോൾ നമുക്ക് മനസ്സിലാവാം, എനിക്ക് ഓർഡർ എന്ന് കേൾക്കുമ്പോൾ ഒറ്റയടിക്ക് തന്നെ ഓർമ്മ വരുന്നത് സജിന ചേച്ചിയാണ്. എപ്പോഴും ലോ പോയിന്റുകൾ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കാറുണ്ട്. അപ്പോൾ തീർച്ചയായും പൈസയുടെ മൂല്യവും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. ഗാന്ധിജിയെ പോലെ ഉള്ള ഒരു വ്യക്തിയെ തീർച്ചയായും നമ്മുടെ നോട്ടുകളിൽ ഉൾപ്പെടുത്തിയത് ഏറ്റവും വളരെ നല്ല ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ബെൽറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾക്ക് എല്ലാവർക്കും നമ്മളെ ഒന്ന് മുറുക്കി പിടിപ്പിക്കുന്ന ഒരു സാധനമാണ് ബെൽറ്റ് എന്ന് പറയുന്നത്. ബെൽറ്റിൻ്റെ മറ്റുപയോഗങ്ങൾ എന്ന് പറഞ്ഞാൽ ബെൽറ്റ് ഇന്ന് പല ബ്രാൻഡുകളിലാണ് നമുക്ക് കിട്ടാൻ സാധിക്കുക. പണ്ട് കയറിൽ നിക്കർ കെട്ടിയിരുന്ന കാലവും നമുക്കുണ്ടായിരുന്നു. എന്നാൽ ബ്രാൻഡിൻ്റെ പോരാട്ടങ്ങളിൽ നമ്മൾ ഇന്ന് വീണിട്ട് വിലപിടിപ്പുള്ള ബെൽറ്റുകൾ ഉപയോഗിക്കുന്നതാണ് ഇന്ന് നമുക്കൊരു ശീലമായിക്കൊണ്ടിരിക്കുന്നത്. ബെൽറ്റ് തീർച്ചയായും ഓക്കെ, ഇപ്പോൾ സ്ക്രൂ ഡ്രൈവറാണ് നമ്മൾക്ക് വന്നിരിക്കുന്നത്. സ്ക്രൂ ഡ്രൈവർ എന്ന് പറഞ്ഞാൽ സംടൈംസ് വി സേ യു ആർ റിയലി ഗോണ സ്ക്രൂ മീ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ എപ്പോഴും മുറുക്കി പിടിപ്പിക്കുന്ന ഒരു സാധനമാണ് സ്ക്രൂ എന്ന് പറയുന്നത്. സ്ക്രൂ തീർച്ചയായും ഓരോ കൺസ്ട്രക്ഷൻസിന് വേണ്ടിയിട്ടാണ് ഏറ്റവും കൂടുതൽ സ്ക്രൂസ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ നാട്ടിൽ. ഇതൊരു ടെക്നോളജിക്കൽ ഡെവലപ്മെൻ്റ് ആണെന്ന് വേണമെങ്കിലും പറയാം. കാരണം ഏതൊരു കൺസ്ട്രക്ഷൻ്റെ ലെവലിലും ഇന്നത്തെ കാലത്ത് ഈ മെറ്റൽ ഉപയോഗിക്കേണ്ടി വരുന്നു. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വനിതാരത്നം കണ്ടസ്റ്റൻ്റായ അമൃത മോഹനെയാണ്. അമൃത വളരെ സ്മാർട്ടായിട്ടുള്ളൊരു കുട്ടിയാണ്. മാത്രമല്ല ഇപ്പോൾ വളരെയധികം കുപ്രസിദ്ധിയിലൂടെ പ്രസിദ്ധയായിരിക്കുന്ന ഒരു കുട്ടിയാണെന്ന് തന്നെ നമ്മൾക്ക് പറയാൻ പറ്റും. മേ ബി കയ്യിലിരിപ്പ് കൊണ്ടായിരിക്കാം, എങ്ങനെയാണെങ്കിലും പ്രതികരിക്കുന്ന ഈ കുട്ടിയെ എനിക്ക് വളരെയധികം ഇഷ്ടമാണ്. വളരെ നല്ലൊരു കുട്ടിയാണ്. പ്രതികരണം അല്പം കൂടുതലാണെങ്കിൽ പോലും മനസ്സിലൊന്നും വെക്കാത്തൊരു കുട്ടിയാണെന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോഴേക്കും നമ്മൾ ഇന്ത്യ ഗേറ്റിലേക്ക് എത്തിയിരിക്കുകയാണ്. നമ്മൾ എപ്പോഴും റിപ്പബ്ലിക് ഡേ പരേഡ് ഇവിടെയാണ് നടക്കുന്നത്. ജാനുവരി 26-ന് ഈ വീതി ഒരിക്കലും നമുക്ക് ഒഴിഞ്ഞു കാണുന്നത് നമുക്ക് സങ്കല്പിക്കാൻ പോലും സാധിക്കാത്ത ഒരു കാര്യമാണെന്ന് നമ്മൾക്ക് വ്യക്തമായി പറയാൻ പറ്റും. ഇന്ത്യയുടെ തലസ്ഥാന നഗരിയായ ഡൽഹിയിലാണ് ഇന്ത്യ ഗേറ്റ് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ സ്ഥലത്തിന് ഉള്ള ചരിത്ര പ്രസിദ്ധിയും നമുക്കിതിലൂടെ വളരെയധികം പറയാൻ സാധിക്കുമെങ്കിലും ഇന്ത്യയിൽ ഇപ്പോഴും പോവർട്ടി അല്ലെങ്കിൽ ഇത്തരത്തിൽ ദാരിദ്ര്യം അനുഭവിക്കുന്ന കുട്ടികൾ ഇന്നും ഈ രാജ്യത്തുണ്ട് എന്ന് പറയുന്നത് ബ്രാൻഡുകൾ മാത്രം ഉപയോഗിക്കുന്ന ഇന്നത്തെ കാലത്തെ സമൂഹത്തിന് അല്ലെങ്കിൽ ഇന്നത്തെ കൊച്ചുകുട്ടികൾക്ക് ഇവർ ഇതും കണ്ടിരിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഇതിനൊരു താക്കോൽ കടിഞ്ഞാൻ വേണമെന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി തന്നെ നമ്മൾക്ക് പറയുകയാണെങ്കിൽ പറയാൻ പറ്റും, ഒരു വീടിന് ഒരു താക്കോൽ വേണം. അത് ഒരു ഗൃഹനാഥയുടെ കയ്യിലാണെങ്കിൽ അതിന് ഉറപ്പുണ്ടാവുമെന്ന കാര്യം ഞാൻ പിന്നെയും ഊന്നി പറയുകയാണ്. അതുപോലെ തന്നെ താക്കോലിൻ്റെ മറ്റു ഗുണങ്ങളിലേക്ക് പറയുകയാണെങ്കിൽ കിലുകിലുക്കം കിക്കിലുക്കം ഉത്തരത്തിൽ ചത്തിരിക്കും എന്ന് നമ്മൾ പറഞ്ഞാൽ അപ്പോൾ തന്നെ നമ്മൾ മലയാളികൾ പറയും താക്കോലിനെ പറ്റി. അതുകൊണ്ട് തന്നെ താക്കോലിന് വളരെയധികം പ്രസിദ്ധിയാണ് നമ്മുടെ നാട്ടിലുള്ളത്. ഓടി നടന്ന് സ്പോട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്ത ഫസ്റ്റ് ആളാണ് അമൃത. പിന്നെ എപ്പോഴും നമ്മൾ പറയില്ല അമൃതയ്ക്ക് സാഹിത്യം കുറച്ച് കൂടുതലാണോ എന്ന്. അമൃതയുടെ ഉള്ളിൽ അതുണ്ട്. അമൃത ഇങ്ങനെ സംസാരിക്കുമ്പോൾ എങ്ങനെയൊക്കെയോ വാക്കുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. പിന്നെ ഒരു ലീഗാലിറ്റി അതിന്റെ തുടക്കം മുതൽ അവസാനം വരെ കിടക്കുന്നുണ്ടായിരുന്നു. അത് നമ്മുടെ തുടക്കത്തിലെ ആ ഓർഡർ സാധനം, അതിന്റെ പേരറിയില്ലല്ലോ, എനിക്കും അറിയില്ല. എന്തായാലും വെരി വെരി ഇൻട്രസ്റ്റിംഗ്. ആൻഡ് സ്ക്രൂ ഡ്രൈവറോ? അവിടെ സ്ക്രൂ ഡ്രൈവർ ഞങ്ങൾ ആരും കണ്ടേ ഇല്ല. അമൃത പകുതി വെച്ച് മനസ്സിലായി സ്ക്രൂ നട്ടും ബോൾട്ടുമാണെന്ന്. അത് പകുതി വെച്ച് മനസ്സിലായി. അപ്പൊ ഞങ്ങളൊക്കെ സ്ക്രൂ ഡ്രൈവർ ഉരുണ്ട് രക്ഷപ്പെട്ട് എങ്ങനെയൊക്കെ എത്തി. ബട്ട് ഇറ്റ് ഇസ് വെരി വെരി എന്റർടൈനിങ് ആൻഡ് എക്സൈറ്റിംഗ്. കുറച്ചുകൂടെ ആവേശമൊക്കെ കയറി.
ചേട്ടാ. അമൃത Sir. എന്താ ഹാമറിന് എന്താ പറഞ്ഞേ? ഒരു കോടതിയിൽ സംഭവം, അടിക്കണ സാധനം, സംഭവം. ഓർഡർ സാധനം. ഓക്കെ, അത് കുഴപ്പമില്ലായിരുന്നു. അത് എന്ത് ഞാൻ പറയാം, 500 ഉറുപ്പിക റുപ്പി, കാശിന്റെ പ്രാധാന്യം ഗാന്ധിജിയൊക്കെ പിന്നെയാണ് വരേണ്ടത്. ഓക്കെ, ഇതിൽ ഗാന്ധിജി വന്നാണ് ഏറ്റവും നല്ല കാര്യം. ബെൽറ്റ് മുറുക്കി പിടിക്കുക, നമ്മളെ മുറുക്കി പിടിക്കുന്ന ഒരു വസ്തുവാണ്. അതെ സർ, ഞാൻ വളരെയധികം കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഈ എന്തെങ്കിലും എസ്പെഷ്യലി എവിടെയെങ്കിലും പോകുമ്പോ ചിലര് പറയും മുറുക്കി പിടിക്കുക. അമൃത ഒന്ന് കളരി കാണിക്കുമെന്ന് പറയുമ്പോഴായിരിക്കും ചിലപ്പോ ബെൽറ്റ് ഇല്ലാത്തത്. ഞാൻ ചെയ്യുന്നതിന്റെ പകുതിക്ക് വെച്ചിട്ട് അവരോട് പാന്റ് പിന്നെ ഞാനിങ്ങനെ പിടിച്ചു അപ്പൊ അവരോട് പറയണം മുറുക്കി പിടിക്കാനുള്ള ആളില്ലാത്തതുകൊണ്ട് നമ്മൾ ഇത് ചെയ്യുന്നത്. ഓക്കെ, അമൃതയെ കുറിച്ച് പറഞ്ഞത് നന്നായി. അതിന് മുമ്പ് മറ്റേ നട്ടൻ ബോൾട്ട് അതറിയില്ലേ സാർ? പെട്ടെന്ന് കണ്ടപ്പോഴത്തേന് എനിക്ക് അതിന്റെ സ്ക്രൂ ഡ്രൈവറോ? പേര് കിട്ടിയില്ല സാർ എനിക്ക്. ഓക്കെ, അമൃതയെ കുറിച്ച് പറഞ്ഞത് നന്നായി, അത് കലക്കി. ഇന്ത്യ ഗേറ്റ് നന്നായിരുന്നു. ദാരിദ്ര്യം കുട്ടികളുടെ അത് നന്നായിരുന്നു. താക്കോല് കടിഞ്ഞാണോ? താക്കോൽ എങ്ങനെ കടിഞ്ഞാണാവുന്നു? കടിഞ്ഞാണെന്നൊക്കെ പറഞ്ഞു. അല്ല, അത് പ്രീവിയസ് വിഷ്വൽ ആയിട്ട് എന്തോ ഇല്ല, ഒരു പ്രീവിയസ് ഹിസ്റ്ററിയിലെ കുട്ടികളാണ്. അല്ല, കടിഞ്ഞാണെന്ന് പറഞ്ഞത് കടിഞ്ഞാണില്ലാത്ത വസ്തുവാണ്. അല്ല, റിച്ച് കുട്ടികള് ഈ പാവപ്പെട്ട കുട്ടികളെ പ്രീവിയസ് വിഷ്വല് അതായിരുന്നു. അതിന് കണക്ട് ചെയ്ത് എന്തോ താക്കോൽ കടിഞ്ഞാണൊന്നും ഉണ്ടായിരുന്നില്ല. എനിക്ക് മനസ്സിലായില്ല. താക്കോലിന്റെ ഇടയിൽ തന്നെയാ പറഞ്ഞ താക്കോലിനെ പറഞ്ഞിട്ടില്ല കടിഞ്ഞാണ്. അല്ല, പക്ഷെ താക്കോലിന്റെ പഴമൊഴി കുഴപ്പമില്ലായിരുന്നു. എന്താ പറഞ്ഞത്? അത് കുഴപ്പമില്ലായിരുന്നു. ഓക്കെ, പിന്നെ ഇത് അമൃതയുടെ തൊട്ടിട്ട് ഇത് എനിക്ക് തോന്നിയത് ഈ ആലപ്പുഴ വള്ളംകളിയുടെ ഒക്കെ കമന്ററി ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് കാരിച്ചാൽ ചുണ്ടനാണ്. ആ ചുണ്ടൻ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്, ഇതാ ഇവിടെ എത്തി എന്നുള്ളൊരു ഒരു ടോണിലേക്ക് അങ്ങ് കയറി. എനിവേ, ഗുഡ്, വെൽ ഡൺ. എന്താ അമൃത ഈ കുപ്രസിദ്ധി? അല്ല, അത് അമൃതയെ പറ്റിയിട്ട്? അല്ല, രഞ്ജിനി ചേച്ചിയുടെ സ്ഥിരം ഡയലോഗ് അത്. എന്നുവെച്ചാൽ ഗോപിക അവിടെ ഉണ്ടായിരുന്നില്ല, തിരിച്ചു മദ്രാസിലായിരുന്നു കൊടുത്താണോ പറഞ്ഞത്. രഞ്ജിനിക്ക്? ഇല്ല, ചില കുട്ടികൾ എന്നെ പോലെ ആണോ? ശരി. എന്തായാലും സെൽഫ് റിയലൈസേഷൻ നല്ലതാണ്. ആദ്യം തൊട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഗാന്ധി രൂപയ്ക്കകത്തുള്ളത് നന്നായി. 500 രൂപയാണോ ഒന്നും ഞങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ട് പോലും ഇല്ല. ആ ഗാന്ധി അവിടെ ഗാന്ധി അതിനകത്തുള്ളത് നന്നായി എന്ന് പറഞ്ഞത് വളരെ നന്നായിരുന്നു. ഞങ്ങൾ ഒരുപാട് ചിരിച്ചു അമൃത. വളരെ അമൃതയും എൻജോയ്മെന്റ് ഉണ്ടായിരുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആദ്യം ആ സ്ക്രൂ ഡ്രൈവറിൽ അങ്ങോട്ട് പിടിച്ചിട്ട് പിന്നെ അവിടെ നിന്നൊന്ന് ഉരുണ്ട് കളിച്ച് പിന്നെ അതിനെ അങ്ങോട്ട് അല്ലാണ്ടാക്കി തീർത്തില്ലേ, അതൊരു കഴിവാണ്. സ്പോട്ട് ഇതിലുള്ള ഒരു കഴിവാണ് നമുക്ക് അവിടെ നിന്ന് വരുന്ന. പിന്നെ താക്കോലിൽ കടിഞ്ഞാണെന്നൊക്കെ എന്തൊക്കെയൊക്കെ പറയുന്നുണ്ടായിരുന്നു, പക്ഷെ അത് വളരെ കോൺഫിഡൻ്റ് ആയിട്ടാണ് അമൃത പറഞ്ഞത്. അതൊരു പ്ലസ് പോയിന്റ് തന്നെയാണ്. വീണെടുത്ത് കിടന്നിട്ട് അങ്ങ് ഉരുളുക. അതെ, അത് വളരെ കോൺഫിഡൻ്റ് ആയിട്ട് തിരക്കേടില്ലാണ്ട് പോയി. പക്ഷെ എനിക്ക് ആ കുട്ടികളെ പറ്റി പറഞ്ഞത് നന്നായിരുന്നു. ഇന്ത്യ ഗേറ്റിന് അവസാനം ആയപ്പോഴത്തേക്ക് ഐ തിങ്ക് യു റിയലി പിക്ഡ് അപ്പ്. പിന്നെ എനിക്ക് അവരുടെ പറഞ്ഞു ആ ത്രാസം എന്ന് പറയുന്നത് അളന്നു നോക്കാനുള്ളതാണെന്ന്. അല്ല, അത് കുറ്റവാളിയുടെ ശിക്ഷ അളന്ന് നോക്കുക. അവിടെ ഒന്നും അതൊന്നും വന്നില്ല. ഉദ്ദേശിച്ചു, ട്വിസ്റ്റ് നടന്നില്ല. അതെ, എന്നാലും തിരക്കേടില്ലാണ്ട് പെർഫോം ചെയ്തു. ഒരു ലിറ്റററി ഫ്ലോ നന്നായിരുന്നു. താങ്ക് യു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അമൃതയെക്കുറിച്ച് പറഞ്ഞത്. ദെൻ ഇന്ത്യ ഗേറ്റ് താങ്ക് യു. കുഞ്ഞുങ്ങളുടെ കുഴപ്പമില്ലായിരുന്നു. പിന്നെ താക്കോലൊരു കുളമായിരുന്നു, എന്താണെന്ന് മനസ്സിലായില്ല. അവിടെ താക്കോലിനെ കടിഞ്ഞാണൊക്കെ ഇട്ട് പിടിച്ച് നിർത്തിയപ്പോൾ എനിക്ക് മനസ്സിലായില്ല അതെന്തോ ഇങ്ങോട്ടാണ് പോകണമെന്ന് മനസ്സിലായില്ല അതിൻ്റെ ഗതി. ത്രാസിൻ്റെത് റുപ്പി നോട്ടിൽ ഓഫ്കോഴ്സ് എല്ലാവരും പറഞ്ഞ പോലെ തന്നെ എനിക്കും തോന്നി ഗാന്ധിയുടെ അതിനകത്തുള്ളൊരു മഹത്വേ. പിന്നെ ബെൽറ്റിന് ഈ അമൃതയുടെ ഒരു അനുഭവം വെച്ചിട്ടാണ് ബെൽറ്റിനെ അങ്ങോട്ട് എക്സ്പ്ലെയിൻ ചെയ്തത്. ഇറ്റ് ഈസ് ഓക്കെ ആൻഡ് ഇറ്റ് വാസ് നൈസ്. വി റിയലി എൻജോയ്ഡ്. താങ്ക് യു. ആൻഡ് ഇതാണ് അമൃത എന്ത് പറഞ്ഞാലും ആ കോൺഫിഡൻസ് ആണ്. രഞ്ജിനി പറയണ പോലെ അങ്ങ് പറഞ്ഞേക്കുക, ധൈര്യത്തോടെ അങ്ങോട്ട് കോൺഫിഡൻസോടുകൂടി പറയാന്നുള്ള ആ ഒരു പൊട്ടത്തിട്ട് പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്കറിയാം ലൈഫില്. അതാണ് ഇവിടെ അമൃത യൂസ് ചെയ്ത ഒരു തന്ത്രം. എനിവേ ഇറ്റ് വാസ് നൈസ്.